നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊടി സുനിയുടെ പരോൾ വിവാദമാക്കേണ്ടതില്ലെന്ന് അമ്മ പുഷ്പയും സഹോദരി സുജിനയും. കഴിഞ്ഞ 6 വർഷമായി സുനിക്ക് പരോൾ ലഭിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പരോൾ ലഭിച്ചത് നിയമപരമാണ്. വധക്കേസിൽ മറ്റു പല പ്രതികൾക്കും ഇതിനു മുൻപും പരോൾ ലഭിച്ചിട്ടുണ്ട്. സുനി പരോളിന് അർഹനാണെന്ന് അവർ വ്യക്തമാക്കി. നിമിഷ പ്രിയയ്ക്ക് വേണ്ടി അവസാന അപേക്ഷയുമായി അമ്മ പ്രേമകുമാരി രംഗത്തെത്തി. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതിന് പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച് നിമിഷ പ്രിയയുടെ അമ്മ രംഗത്തെത്തുന്നത്. തിരുവനന്തപുരത്ത് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. നെടുമങ്ങാട് കരകുളത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹം എന്നാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിനുള്ളിൽ മേൽവസ്ത്രം അഴിച്ചു കയറണമെന്ന് പറയുന്നത് അനാചാരമാണെന്ന്, അതും തിരുത്തണമെന്നും സ്വാമി സച്ചിദാനന്ദ. ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിൽ ഈ നിബന്ധന പാലിക്കുന്നില്ല. കാലാനുസൃതമായ മാറ്റം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും സ്വാമി പ്രതികരിച്ചു. ഉമാ തോമസ് MLAയുടെ അപകടവുമായി ബന്ധപ്പെട്ട് നടി ദിവ്യ ഉണ്ണിയെയും CJ വർഗീസിനെയും ചോദ്യം ചെയ്യും. മൃദംഗ വിഷനുമായി ഇരുവർക്കും എന്ത് ബന്ധമാണുള്ളതെന്ന കാര്യവും വിശദമായി അന്വേഷിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കൊടി സുനിക്ക് പരോൾ നൽകിയത് മാനുഷിക പരിഗണന വെച്ചെന്ന് P ജയരാജൻ. ഇതിൽ എന്ത് മഹാ അപരാധമാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ്. ഈ അടിസ്ഥാനത്തിൽ പ്രമാദമായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ അവധി അനുവദിച്ചു വരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയ്ക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നത് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. TP വധക്കേസിൽ പ്രതികൾ സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് VD സതീശൻ. കൊടി സുനിക്ക് പരോൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് VD സതീശന്റെ ഈ പരാമർശം. പ്രതികളെ പേടിച്ച് മനുഷ്യാവകാശ കമ്മീഷനെ മറയാക്കി സർക്കാർ പരോൾ അനുവദിക്കുകയായിരുന്നു. പ്രതികൾ TP കേസിന്റെ ഗൂഢാലോചന പുറത്തുവിടുമെന്ന ഭയമാണ് സർക്കാരിനെന്നും VD സതീശൻ വ്യക്തമാക്കി. മണിയാർ ജലവൈദ്യുത പദ്ധതി സർക്കാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ചെന്നിത്തല. നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം. കരാർ കമ്പനിക്ക് നീട്ടി നൽകിയാൽ കോടതി സമീപിക്കുമെന്നും ചെന്നിത്തല ആവർത്തിച്ചു. ശ്രീനാരായണ ഗുരുവിനെ ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കുള്ളിൽ നിർത്തുന്നത് ഗുരുനിന്ദയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ജാതിമതഭേദമന്യേയുള്ള മനുഷ്യസ്നേഹമായിരുന്നു. വർക്കല ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബാംഗ്ലൂരിലെ പുതുവർഷാഘോഷത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പൊതുസ്ഥലത്ത് വിസിൽ മുഴക്കാനും മാസ്ക് ധരിക്കാനും പാടില്ല. സുരക്ഷയ്ക്കായി 2000-ലധികം പോലീസുകാരെ ഏർപ്പെടുത്തി. സെൻസിറ്റീവായ സ്ഥലങ്ങളിൽ 150 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്.